ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം കുറച്ച് നോട്ടൊക്കെ നമ്മൾ ചെറിയ നോട്ട്സാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇന്നും കുറച്ച് നോട്ട്സ് ചെറിയ ഒരു ഭാഗങ്ങളുണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടുഡേയ്സ് ഫസ്റ്റ് ടോപ്പിക് ഈസ് കോസ്റ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് ആയിരുന്നു. അതായത് നോൺ ക്യാഷ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കി ക്യാഷ് ഐറ്റംസ് മാത്രം കൺസിഡർ ചെയ്താൽ നമുക്ക് എപ്പോഴാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഏതിൽ നിന്ന് കണ്ടുപിടിച്ചു? ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ്. അതെന്താണെന്ന് നോക്കാം. It is calculated when two or more alternative methods of production are considered. അതായത് നമ്മുടെ മുമ്പിൽ ഒന്നോ അതിലധികമോ അല്ലെങ്കിൽ നമുക്ക് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ഓപ്ഷൻ മാത്രമല്ല രണ്ടോ മൂന്നോ ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? കോസ്റ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ ഒരു പെൻ ഉണ്ടാക്കണമെന്ന് വിചാരിക്കാം. ആ പെൻ ഉണ്ടാക്കാൻ തന്നെ നമുക്ക് 3 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. 3 മെത്തേഡിൽ കൂടെ ഉണ്ടാക്കിയാൽ നമ്മൾ വിചാരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് ഒക്കെയുള്ള ഒരു പെൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അതിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? ഈ കോസ്റ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ ഏതാണോ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് വരുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യാണ് ചെയ്യുക. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് വെൻ 2 or more alternative methods of production are considered. It is a point where the cost of operating of 2 alternatives are equal. It is the point where cost of operating of 2 alternatives are equal. ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് 2 ഓൾട്ടർനേറ്റീവ്സിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈക്വൽ ആവുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈ വിച്ച് ആൾട്ടർനേറ്റീവ് ഈസ് പ്രോഫിറ്റബിൾ. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഏത് ഓൾട്ടർനേറ്റീവ് ആണ് പ്രോഫിറ്റബിൾ എന്ന് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ 2 or more alternative method of production അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? ഈ കോസ്റ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ കോസ്റ്റ് ഓഫ് ദി 2 alternatives are equal and we select the most profitable alternative. Okay, then the equation അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത ഇക്വേഷനാണ് വന്നിരിക്കുന്നത്. കോസ്റ്റ് BEP equal difference in fixed cost of 2 alternatives divided by difference in contribution per unit of 2 alternative. അതായത് നമ്മൾ ഡിഫറൻസ് ഇൻ ഫിക്സഡ് കോസ്റ്റ് ഓഫ് 2 ആൾട്ടർനേറ്റീവ്, നമ്മൾ സാധാരണ BEP കാണുന്ന ഇക്വേഷൻ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് പഠിച്ചിട്ടുണ്ട്. അത് ഇവിടെ 2 ഓൾട്ടർനേറ്റീവ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ PV റേഷ്യോ കാണുമ്പോൾ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസിൻ്റെ ഹോണോട് പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെയും ഡിഫറൻസ് ഇൻ ഫിക്സഡ് കോസ്റ്റ് ഓഫ് 2 ആൾട്ടർനേറ്റീവ്, നമ്മുടെ മുമ്പുള്ള 2 ഓൾട്ടർനേറ്റീവ്സിൻ്റെയും ഫിക്സഡ് കോസ്റ്റുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് 2 ആൾട്ടർനേറ്റീവ്. ഓരോന്നിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിൻ്റെ ഡിഫറൻസും തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിച്ചിട്ട് വിച്ച് ഈസ് ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ ആൾട്ടർനേറ്റീവ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക്കായിട്ട് പറയുന്നത്. അതിൽ വേറെ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല, ജസ്റ്റ് തിയറി മാത്രമേ പഠിക്കാറുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് കോമ്പോസിറ്റ് BEP ഓർ ഓവറോൾ BEP. കോമ്പോസിറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഓർ ഓവറോൾ ബ്രേക്ക് ഈവൻ പോയിന്റ്, അതാണ് നമ്മൾ ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ when a firm is engaged in producing 2 or more product, composite BEP is calculated. അതായത് ഇപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്, 2, 3, 5 എത്രയെങ്കിലും പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഈ എല്ലാ പ്രൊഡക്റ്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന മൊത്തം ബ്രേക്ക് ഈവൻ പോയിന്റ്, ഈ എല്ലാ പ്രൊഡക്റ്റിനും നോക്കുമ്പോൾ നമുക്ക് എത്രയാണ് ടോട്ടൽ അല്ലെങ്കിൽ കോമ്പോസിറ്റ് അല്ലെങ്കിൽ ഓവറോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കണം. ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കാണ്ട് സപ്പോസ് ഞാൻ 3 പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ 3 പ്രൊഡക്റ്റിൻ്റെയും ഇൻഡിവിജ്വലായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 എണ്ണത്തിൻ്റെയും ടോട്ടൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാം. അത് കാൽക്കുലേഷനാണ് ഇവിടെ പറയുന്നത്. when a firm is engaged in producing 2 or more product, composite BEP is calculated. Composite BEP is equal to total fixed cost divided by composite PV ratio. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ഈ 3 പ്രൊഡക്റ്റും ഉണ്ടാക്കാനായിട്ട് നമുക്ക് ടോട്ടലായിട്ട് വരുന്ന ഫിക്സഡ് കോസ്റ്റ്
ഡിവൈഡഡ് ബൈ കോമ്പോസിറ്റ് പി വി റേഷ്യോ. കോമ്പോസിറ്റ് പി വി റേഷ്യോ കണ്ടുപിടിക്കാൻ വേറെ ഇക്വേഷൻ ഉണ്ട്. അതാണ് ഇക്വേഷൻ ആണ് പറയുന്നത്. സാധാരണ ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. ഇവിടെ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് ഇൻറ്റു 100. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? പി വി റേഷ്യോ കിട്ടും. അത് നേരത്തെ കൊണ്ടിട്ടാൽ നമുക്ക് കോമ്പോസിറ്റ് ബി ഇ പി കിട്ടും. ഓക്കെ, ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 3 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ 3 പ്രൊഡക്റ്റുകളിലെയും കൂടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ആ 3 പ്രൊഡക്റ്റുകളിലും കൂടിയിട്ടുള്ള സെയിൽസ് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോമ്പോസിറ്റ് പി വി റേഷ്യോ കിട്ടും. അങ്ങനെ ആ കോമ്പോസിറ്റ് പി വി റേഷ്യോ കൊണ്ട് നമ്മൾ നേരത്തെ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോമ്പോസിറ്റ് പി വി റേഷ്യോ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കോമ്പോസിറ്റ് ബി ഇ പി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? കോമ്പോസിറ്റ് ബി ഇ പി കണ്ടുപിടിക്കുക. ഒരു കമ്പനി ഒരു കൂടുതൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ബി ഇ പി ആണ് കോമ്പോസിറ്റ് ബി ഇ പി എന്ന് പറയുന്നത്. ഇക്വേഷൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോമ്പോസിറ്റ് പി വി റേഷ്യോ. ദെൻ കോമ്പോസിറ്റ് പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനും അതാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾ പ്രോബ്ലം പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ തിയറിയും ആ ഇക്വേഷനും ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ചേഞ്ച് ഇൻ പി വി റേഷ്യോ. പി വി റേഷ്യോയിലെ മാറ്റങ്ങൾ എപ്പോഴൊക്കെയാണ് ഉണ്ടാവുക? ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഈസ് റെഡ്യൂസ്ഡ്, നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ പി വി റേഷ്യോ വിൽ റെഡ്യൂസസ്, ബി ഇ പി ഇൻക്രീസസ് ആൻഡ് മാർജിൻ ഓഫ് സേഫ്റ്റി ബിക്കംസ് ലോവർ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, നമുക്ക് പിന്നെ പഠിക്കാം. തൽക്കാലം ഇത് മനസ്സിലാക്കുക. നമ്മൾ സെല്ലിംഗ് പ്രൈസ് കുറച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ നമ്മുടെ എന്തുണ്ടാവും? പി വി റേഷ്യോ. നമ്മുടെ പി വി റേഷ്യോ എന്തുണ്ടാവുമെന്ന് പറഞ്ഞാൽ കുറയും. നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ നമ്മുടെ പി വി റേഷ്യോ കുറയും. ദെൻ എന്തുണ്ടാവും? നമ്മുടെ ബി ഇ പി ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ മാർജിൻ ഓഫ് സേഫ്റ്റി ബിക്കംസ് ലോവർ. മാർജിൻ ഓഫ് സേഫ്റ്റി ഇപ്പോൾ നിങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ടില്ല. ഞാൻ ഒരു ക്ലാസ്സിന് മുമ്പ് പറഞ്ഞിരുന്നു ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സെയിൽസ് ആൻഡ് ബി ഇ പി സെയിൽസ്. അപ്പോൾ തൽക്കാലം നിങ്ങളിത് പഠിച്ചു വെച്ചാൽ മതി. ബാക്കി നമുക്ക് ഇത് കഴിഞ്ഞാൽ നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസും പി വി റേഷ്യോയും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പാണുള്ളത്. അതായത് സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞാൽ പി വി റേഷ്യോ കുറയും. ദെൻ സെല്ലിംഗ് പ്രൈസും ബി ഇ പിയും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണുള്ളത്. അതായത് സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞാൽ ബി ഇ പി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു നോക്കിയാൽ ഇഫ് സെല്ലിംഗ് പ്രൈസ് ഈസ് ഇൻക്രീസ്, എന്ത് പി വി റേഷ്യോ എന്ത് റിലേഷൻഷിപ്പാണുള്ളത്? പോസിറ്റീവ് റിലേഷൻഷിപ്പ്. അപ്പോൾ എന്തുണ്ടാവും? പി വി റേഷ്യോ ഇൻക്രീസസ്, ബി ഇ പി ഡിക്രീസസ്. അത് ബി ഇ പിയും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. അപ്പോൾ അത് കുറയും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ റിലേഷൻഷിപ്പ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സെല്ലിംഗ് പ്രൈസും പി വി റേഷ്യോയും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പും സെല്ലിംഗ് പ്രൈസും ബി ഇ പിയും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാണുള്ളത്? ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണുള്ളത്, അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണുള്ളത്. പി വി റേഷ്യോ സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞാൽ പി വി റേഷ്യോ കുറയും, ബി ഇ പി കൂടും. സെല്ലിംഗ് പ്രൈസ് കൂടിയാൽ പി വി റേഷ്യോ കൂടും, ബി ഇ പി കുറയും. ഓക്കെ, അതൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. കാൽക്കുലേറ്റ് പി വി റേഷ്യോ. നമ്മൾക്ക് ആ പി വി റേഷ്യോ കാണണം. പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹30,000. ന്യൂ ബി ഇ പി ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഇസ് റെഡ്യൂസ്ഡ് ബൈ 20% ആൻഡ് ഇൻക്രീസ്ഡ് ബൈ 20%. അപ്പോൾ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പി വി റേഷ്യോ കണ്ടുപിടിക്കണം. പിന്നെ സെയിൽസ് തന്നിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ദെൻ ബി ഇ പി, നമ്മൾ ബി ഇ പിയിലുള്ള ചേഞ്ചസ് ഇഫ് ദ പ്രൈസ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 20% ആൻഡ് ഇൻക്രീസ്ഡ് ബൈ 20%. അതിനാകെ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആകെ ഫിക്സഡ് കോസ്റ്റും തന്നിട്ടുണ്ട്, ബി ഇ പിയും തന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് 6,000ഉം ബി ഇ പി 15,000ഉം. അത് വെച്ചിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് പി വി റേഷ്യോ കണ്ടുപിടിക്കാനാണ്. ഇക്വേഷൻ എഴുതാം. പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അങ്ങനെ പി വി റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ നമുക്ക് പി വി റേഷ്യോ കണ്ടുപിടിക്കാൻ വന്നേക്കണം. അതിൽ നമുക്ക് പി വി റേഷ്യോ അറിയില്ല, ദെൻ കോൺട്രിബ്യൂഷനും അറിയില്ല, സെയിൽസും അറിയില്ല. അപ്പോൾ ഒന്നും അറിയില്ല. അപ്പോൾ നമുക്കത് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ബി ഇ പി തന്നിട്ടുണ്ട്. ബി ഇ പി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചൊന്ന് തുടർന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇത് ഇക്വേഷൻ എഴുതിയിട്ട് അതിൻ്റെ താഴത്തെ എന്തിൻ്റെ ഇക്വേഷൻ എഴുതാം? നമ്മുടെ ബി ഇ പിയുടെ ഇക്വേഷൻ എഴുതാം. അതിൽ പി വി റേഷ്യോ വരണ ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബി ഇ പി കാണാനായിട്ട് എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. അങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പി വി റേഷ്യോ എഴുതി, നമുക്കപ്പോൾ അത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ നമ്മൾ അടുത്ത ഓൾട്ടർനേറ്റീവ് നമ്മൾ നോക്കണം. അതെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും പി വി റേഷ്യോ കണ്ടുപിടിക്കണം.
ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ ആകെ ഒരു BEP എടുക്കുന്നുണ്ട്. അപ്പോൾ BEPയുടെ ഇക്വേഷൻസ് ആലോചിച്ച് നോക്കാം. BEPയുടെ ഏത് ഇക്വേഷനിലാണ് PV റേഷ്യോ എടുക്കണമെന്ന് നോക്കുക. ആ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ നമ്മൾ എഴുതി നോക്കിയപ്പോൾ ഇവിടെ നമുക്ക് BEPയും അറിയാം, ഫിക്സഡ് കോസ്റ്റും അറിയാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? PV റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതി BEP ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. BEP എത്രയാണ്? 15,000 ഈക്വൽ ഫിക്സഡ് കോസ്റ്റ് 6,000 ഡിവൈഡഡ് ബൈ PV റേഷ്യോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നേരിട്ടിട്ട് ഇന്ന് ഇക്വേഷൻ ഉപയോഗിക്കുന്നൊന്നും ക്വസ്റ്റ്യനിൽ പറയില്ല. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് ഏത് ഇക്വേഷൻ യൂസ് ചെയ്താലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാതെ നോക്കിയിട്ട് വേണം നമ്മൾ ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ അതായത് 15,000 is equal to 6,000 ഡിവൈഡ് ബൈ PV റേഷ്യോ സോൾവ് ചെയ്യുമ്പോൾ PV റേഷ്യോ അങ്ങോട്ട് കൊണ്ടുവന്നു, 15,000 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 6,000 ഡിവൈഡ് ബൈ 15,000 ദാറ്റ് ഇസ് ഈക്വൽ ടു 40% നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? PV റേഷ്യോ കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് PV റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് PV റേഷ്യോ ഒരു ഇക്വേഷൻ കൊടുത്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും ക്വസ്റ്റ്യനിൽ തരാത്തത് കൊണ്ട് ആ ഇക്വേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഇൻഫർമേഷനിലത്തെ ഇക്വേഷൻ എഴുതി BEPയുടെ ഇക്വേഷൻ എഴുതി അതിൽ നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്തു? PV റേഷ്യോ കണ്ടുപിടിച്ചു. എത്രയാണ്? 40% നമ്മൾ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ റുപ്പീസ് 30,000. 30,000 രൂപ സെയിൽസ് നടത്തിയാൽ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും? സെയിൽസ് തന്നിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാം. എന്താണ് ഇക്വേഷൻ? സെയിൽസ് ഇൻറ്റു PV റേഷ്യോ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. സെയിൽസ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30,000. 30,000 ഇൻറ്റു PV റേഷ്യോ നമ്മൾ എത്ര കണ്ടുപിടിച്ചു? 40%. അപ്പോൾ 0.4 മൈനസ് ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6,000. അപ്പോൾ 30,000 ഇൻറ്റു 0.4 മൈനസ് 6,000 നമുക്ക് എത്ര ആൻസർ കിട്ടി? 6,000 കിട്ടി. അതായത് 30,000 രൂപയുടെ സെയിൽസ് നടത്തിയാൽ നമുക്ക് 6,000 രൂപ ലാഭം കിട്ടി. അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനും ആൻസർ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 6,000. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വിൽ ബി ദ ന്യൂ BEP ഇഫ് ദ SP ഈസ് റെഡ്യൂസ്ഡ് ബൈ 20%. നമ്മുടെ സെല്ലിംഗ് പ്രൈസ് 20% കുറച്ചാൽ നമുക്ക് എത്രയായിരിക്കും ന്യൂ BEP എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കണം. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ഒന്ന് നോക്കി നോക്കിയാൽ ഒരു സ്ഥലത്തും സെല്ലിംഗ് പ്രൈസ് തന്നിട്ടില്ല. ആ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലത്തെ സെയിൽസ് തന്നിട്ടുണ്ട്. എത്രയാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടില്ല. മൊത്തം സെയിൽസ് 30,000 പറഞ്ഞിട്ടുള്ളൂ. സെല്ലിംഗ് പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പം നമ്മൾ ഒരു അസംഷൻ നടത്തുക. അതായത് നമുക്ക് ഒരു 100 രൂപ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് നമ്മൾ കാൽക്കുലേഷൻ ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം. സപ്പോസ് 100 രൂപ ആണെങ്കിൽ എത്രയാവുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. അല്ലാണ്ട് ക്വസ്റ്റ്യനിൽ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടില്ല. അപ്പം നമുക്ക് പക്ഷേ പെർസെൻറ്റേജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഒരു 100 രൂപയെന്നൊരു അസംഷൻ നടത്തി നമ്മളെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ന്യൂ BEP ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 20%. സപ്പോസ് സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 100 ആണെന്ന് വിചാരിക്കുക. സപ്പോസ് നമുക്ക് ക്വസ്റ്റ്യനിൽ SP തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് വർക്കൗട്ട് ചെയ്യാമായിരുന്നു. ഇത് ക്വസ്റ്റ്യനിൽ സെല്ലിംഗ് പ്രൈസ് തരാത്തത് കൊണ്ട് നമ്മളൊരു ഊഹം, ഒരു ഇമാജിനറി ഫിഗറായ ഒരു 100 രൂപ കാൽക്കുലേഷൻസിന് വേണ്ടി 100 രൂപ എടുത്തതാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഒരു 100 രൂപ എടുത്തു. അതെ, അപ്പം സെല്ലിംഗ് പ്രൈസ് 100 രൂപയാണ്. നമുക്ക് PV റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്? 40% നമ്മൾ തൊട്ട് നേരത്തെ കണ്ടുപിടിച്ചു. PV റേഷ്യോ 40 ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച VV റേഷ്യോ എത്രയായിരിക്കും? 60% ആയിരിക്കും. അതായത് കഴിഞ്ഞ ദിവസം ഒരു VV റേഷ്യോ പഠിച്ചു. സെയിൽസും വാരിയബിൾ കോസ്റ്റും നമ്മൾ റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ആ റേഷ്യോ ആണ് VV റേഷ്യോ എന്ന് പറയുന്നത്. അതും PV റേഷ്യോയും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം നമ്മൾ പഠിച്ചു? 100 കിട്ടണമെന്ന് പഠിച്ചു. അപ്പോൾ PV റേഷ്യോ നമ്മൾ 40% ആയിട്ട് കണ്ടുപിടിച്ചു നേരത്തെ. അപ്പോൾ VV റേഷ്യോ എത്രയായിരിക്കും? 60% ആയിരിക്കും. 100ൽ നിന്ന് 40 കുറച്ച് നമുക്ക് 60% കിട്ടി. അതായത് അപ്പോൾ PV റേഷ്യോ 40%ഉം VV റേഷ്യോ 60%ഉമാണ്. ദാറ്റ് മീൻസ് ഔട്ട് ഓഫ് 100 40 വിൽ ബി ദ പ്രോഫിറ്റ് ആൻഡ് 60 വിൽ ബി ദ വാരിയബിൾ കോസ്റ്റ്. 100 രൂപയാണെങ്കിൽ അതിൽ 40 രൂപ അല്ലെങ്കിൽ 40 രൂപ എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. 60 രൂപ വാരിയബിൾ കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കോമൺ അസംഷനാണ്. വേറെ പ്രോബ്ലത്തിലൊന്നും ഇത് കിട്ടില്ല. നമ്മൾ അസ്യൂം ചെയ്യലാണ്. 40% ആണ് നമ്മുടെ PV റേഷ്യോ. അപ്പോൾ VV റേഷ്യോ 60% ആയി. അപ്പോൾ നമ്മുടെ 100 രൂപയിൽ 40 രൂപ എന്താണ് പ്രോഫിറ്റും 60 രൂപ വേരിയബിൾ കോസ്റ്റും ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ന്യൂ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുകയാണ്. ന്യൂ സെല്ലിംഗ് പ്രൈസ് വിൽ ബി എത്രയാണ്? 20% കുറയ്ക്കണം. നമ്മളിപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയായിട്ട് എടുത്തു? 100 രൂപ. 100 രൂപയിൽ 20% കുറയ്ക്കണം. അപ്പോൾ 100 മൈനസ് 100ൻ്റെ
20%. 100ന്റെ 20% എന്ന് പറയുന്നത് 20. That is equal to 100 minus 20 is equal to 80. 80 ആണെങ്കിൽ അപ്പോൾ നമ്മൾ നേരത്തെ എത്രയായിരുന്നു SP 100 ആയിരുന്നു. അപ്പോൾ VC പെർ യൂണിറ്റ് 60യും പ്രോഫിറ്റ് 40 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ പുതിയ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. 80 ആണെങ്കിൽ നമ്മളോട് പുതിയ BEP കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ VC കണ്ടുപിടിച്ചത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എങ്ങനെയാണ് VC പെർ യൂണിറ്റ് കണ്ടുപിടിച്ചത്? ഒരു യൂണിറ്റിന് 100 രൂപ എന്ന് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ PV റേഷ്യോ വെച്ചിട്ട് നമ്മൾ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. 60 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ പുതിയ സെല്ലിംഗ് പ്രൈസ് ഉണ്ടാക്കണം. ഇത്രയും നാൾ ഞാൻ 100 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ആ സാധനം 80 രൂപയ്ക്ക് വിൽക്കാനായിട്ട് പോകണം. അതായത് 20% കുറച്ചിട്ട് വിറ്റാൽ നമുക്ക് BEPയിലുള്ള ചേഞ്ചസ് കണ്ടുപിടിക്കാം. അത് അടുത്ത സ്ലൈഡിലുണ്ട്. അപ്പോൾ പുതിയ സെല്ലിംഗ് പ്രൈസ് 80 ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ന്യൂ കോൺട്രിബ്യൂഷൻ? കാരണം PV റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കോൺട്രിബ്യൂഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പുതിയ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചു. എന്താണ് കോൺട്രിബ്യൂഷൻ ഇക്വേഷൻ? സെയിൽസ് മൈനസ് VC. പുതിയ സെയിൽസ് എത്രയാണ്? 80 മൈനസ് VCയിൽ വ്യത്യാസമൊന്നുമില്ല. VC പെർ യൂണിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ VC പെർ യൂണിറ്റ് എത്ര തന്നെയാണ്? 60. അപ്പോൾ 80 മൈനസ് 60 നമുക്ക് 20 റുപ്പീസാണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ വന്നത്. അതായത് ഇത്രയും നാളും നമുക്ക് 100 രൂപയ്ക്കാണ് നമ്മൾ വിറ്റിരുന്നത്. ഇപ്പം അതിൻ്റെ 20% കുറച്ച് നമുക്കിപ്പോൾ എത്രയാണ് വിൽക്കുന്നത്? 80-നാണ് വിൽക്കുന്നത്. അപ്പം നമ്മുടെ കോൺട്രിബ്യൂഷൻ കുറയും ഓട്ടോമാറ്റിക്കായിട്ട്. 100 രൂപയ്ക്ക് വിറ്റിരുന്നപ്പോൾ നമുക്ക് 40 രൂപ കോൺട്രിബ്യൂഷൻ കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ എത്രയാണ് വിൽക്കണുള്ളൂ? നമുക്ക് 80 രൂപയ്ക്കാണ് വിൽക്കണുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കോൺട്രിബ്യൂഷൻ കുറയും. എത്രയായി? 20 ആയി. അത് വെച്ചിട്ട് നമുക്ക് പുതിയ PV റേഷ്യോ കണ്ടുപിടിക്കാം. PV റേഷ്യോ ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ദാറ്റ് ഇസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100 ദാറ്റ് ഇസ് ഈക്വൽ ടു 25%. അപ്പോൾ നമുക്ക് പുതിയ PV റേഷ്യോ എത്ര കിട്ടി? 25% കിട്ടി. നമ്മൾ നേരത്തെ ഒരു റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞാൽ PV റേഷ്യോ കുറയും. ഇപ്പോൾ കുറഞ്ഞില്ലേ? നേരത്തെ 100 രൂപയ്ക്ക് വിറ്റപ്പോൾ നമുക്ക് PV റേഷ്യോ എത്രയായിരുന്നു? PV റേഷ്യോ 40% ആയിരുന്നു. ഇപ്പോൾ 100-ൽ നിന്ന് 80 ആക്കി കുറച്ചപ്പോൾ PV റേഷ്യോ 40-ൽ നിന്ന് 25 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച റിലേഷൻഷിപ്പ് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നു. ദെൻ നമ്മൾ ന്യൂ BEP കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുന്നതിന് മുമ്പ് റിലേഷൻഷിപ്പ് ഒന്ന് ഓർത്ത് നോക്കിയാൽ സെല്ലിംഗ് പ്രൈസും BEPയും തമ്മിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്. അതായത് സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞാൽ BEP കൂടണം. അതായത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായാലും 15 നേരത്തെ 15,000-നേക്കാൾ കൂടുതലായിരിക്കണം. നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. എന്താണ് ഇക്വേഷൻ? BEP കാണാനുള്ളത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് 6,000 ഡിവൈഡഡ് ബൈ PV റേഷ്യോ 0.25%, ദാറ്റ് ഈസ് 0.25. അപ്പം നമുക്ക് ന്യൂ BEP എത്ര കിട്ടി? 24,000 കിട്ടി. നേരത്തെ എത്രയായിരുന്നു? 15,000 ആയിരുന്നു. അപ്പം നമ്മൾ സെല്ലിംഗ് പ്രൈസ് കുറച്ചപ്പോൾ എന്ത് കൂടി? BEP കൂടി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പ് കറക്റ്റായിട്ട് ആയി. അതായത് സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ PV റേഷ്യോ കുറയും, BEP കൂടും. അതായത് സെല്ലിംഗ് പ്രൈസും PV റേഷ്യോയും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പും സെല്ലിംഗ് പ്രൈസും BEPയും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് കുറച്ചുള്ള കേസ്. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ആ 60 ഒരിക്കലും മാറില്ല. അത് വാരിയബിൾ പെർ യൂണിറ്റ് ആണ്. നമ്മൾ 100 രൂപയ്ക്ക് വിറ്റു, അതിൽ 60% VCക്ക് നമുക്ക് 40 രൂപ കോൺട്രിബ്യൂഷൻ കിട്ടി. ആ 100 രൂപയ്ക്ക് വിറ്റ സാധനമാണ് നമ്മൾ എത്ര രൂപയ്ക്ക് വിൽക്കുന്നത്? 80 രൂപയ്ക്ക് വിൽക്കുന്നത്. നമുക്ക് വരുന്ന കോൺട്രിബ്യൂഷൻ അത് തന്നെയായിരിക്കും, 60 റുപ്പീസ് ആയിരിക്കും. അങ്ങനെ നമുക്ക് കോൺട്രിബ്യൂഷൻ 20 കിട്ടി. എന്നിട്ട് നമ്മൾ പുതിയ PV റേഷ്യോയും പുതിയ BEPയും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കണത്? നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ആൻസർ? SP കൂട്ടിയാൽ നമ്മുടെ PV റേഷ്യോ കൂടണം, BEP കുറയണം. നേരത്തേനേക്കാൾ കൂടും വേണം ഏത് PV റേഷ്യോ, നേരത്തേനേക്കാൾ കുറയും വേണം BEP. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ പുതിയ BEP കണ്ടുപിടിക്കണം. നേരത്തെ നമ്മൾ 20% കുറച്ചു. ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? 20% കൂട്ടണം. അപ്പോൾ ന്യൂ സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു സപ്പോസ് സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 100 പ്ലസ് 100-ൻ്റെ 20%, ദാറ്റ് ഈസ് ഈക്വൽ ടു 120. അതായത് പുതിയ സെല്ലിംഗ് പ്രൈസ് 120. VC എത്ര തന്നെയായിരിക്കും? 60 തന്നെ. നമുക്ക് വരുന്ന കോസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ എന്താ മാറ്റുന്നത്? സെല്ലിംഗ് പ്രൈസ് കൂട്ടിയും കുറച്ച് കളിക്കണം. അല്ലാണ്ട് കോസ്റ്റിൽ നമുക്ക് വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ന്യൂ സെല്ലിംഗ് പ്രൈസ് 120 കണ്ടുപിടിച്ചു, വാരിയബിൾ കോസ്റ്റ് 60 കണ്ടുപിടിച്ചു. ഇത് രണ്ടും വെച്ച് നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? PV റേഷ്യോയും കണ്ടുപിടിക്കാം, ന്യൂ PV റേഷ്യോയും കണ്ടുപിടിക്കാം. അതുപോലെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചോണം തന്നെ ന്യൂ BEPയും കണ്ടുപിടിച്ച് നമുക്ക് എന്തുണ്ടാവണം? PV റേഷ്യോ കൂടണം, BEP കുറയണം. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം.
ആദ്യം നമ്മൾ ന്യൂ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. എസ് പി മൈനസ് വി സി. എസ് പി എത്രയാണ്? 120 മൈനസ് വി സി 60. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 60 rupees കിട്ടി. ദെൻ അത് വെച്ച് ന്യൂ പി വി റേഷ്യോ കണ്ടുപിടിക്കുക. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. 60 ഡിവൈഡ് ബൈ 120 ഇൻറ്റു 100 ദാറ്റ് ഇസ് ഈക്വൽ ടു 50%. അപ്പോൾ നേരത്തേക്കാളും കൂടിയില്ലേ? നേരത്തെ എത്രയായിരുന്നു? 40% ആയിരുന്നു. ഇപ്പോൾ നമ്മൾ എത്രയായിട്ട് കൂടി? 50% ആയിട്ട് കൂടി. ദെൻ ന്യൂ ബി ഇ പി ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ദാറ്റ് ഇസ് ഈക്വൽ ടു 6000 ഡിവൈഡഡ് ബൈ 0.5 that is equal to 12,000. നേരത്തെ എത്രയായിരുന്നു? 15,000 ആയിരുന്നു. ഇപ്പം അത് 12,000 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഇതെന്തുണ്ടായി? ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് കൂട്ടിയപ്പോൾ പി വി റേഷ്യോ കൂടി, ബി ഇ പി കുറഞ്ഞു. അപ്പോൾ ഇതാണ് റിലേഷൻഷിപ്പ്. പി വി റേഷ്യോ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെല്ലിംഗ് പ്രൈസ്, പി വി റേഷ്യോ ആൻഡ് ബി ഇ പി. If the selling price decreases, PV ratio decreases and BEP increases. If the selling price increases, PV ratio increases and BEP decreases. പോസിറ്റീവ് റിലേഷൻഷിപ്പ് പി വി റേഷ്യോയും സെല്ലിംഗ് പ്രൈസും തമ്മിൽ, നെഗറ്റീവ് റിലേഷൻഷിപ്പ് സെല്ലിംഗ് പ്രൈസും ബി ഇ പിയും തമ്മിൽ. അപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ റിലേഷൻഷിപ്പ് ഒന്ന് പഠിക്കാനായിട്ടുള്ളൊരു ചെറിയൊരു പ്രോബ്ലം മാത്രമാണ്. അത് ആ ഐഡിയ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, താങ്ക് യു.